അതിനോട് 99 അല്ല, 99.1 കഴിഞ്ഞിട്ട് പിന്നെന്തെങ്കിലും കുറച്ചും കൂടി ഇട്ടിട്ട് ഒരു കുത്ത് കഴിഞ്ഞിട്ടാണോ? അല്ല, 100% ഞാൻ കൊണ്ടുവന്നതിനോട് നിങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നവരാകുന്നുണ്ടോ അതുവരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. ആരാ പറഞ്ഞത്? അള്ളാന്റെ റസൂല്. അപ്പൊ അവിടെ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഞാൻ വരാൻ കേട്ട് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ വസ്ത്രം ധരിക്കും അല്ലേ? ചെറുപ്പക്കാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി. നമ്മുടെ വസ്ത്രം നെരിയാണിക്ക് താഴെ പോയാൽ അത് നരകത്തിലാണെന്ന് 3 വിഭാഗം ആളുകളെ അല്ലാഹു മഹ്ശറയിൽ വെച്ച് പരിഗണിക്കില്ല, വിചാരണക്കെടുക്കൂല, അവരോട് സംസാരിക്കൂല, അവരെ ശുദ്ധീകരിക്കൂല. ആരായാലും ഒരു കൂട്ടരാരാ? നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനാ. നമ്മളോ? നമ്മൾ നിസ്കരിക്കുമ്പോൾ മാത്രം കയറ്റി വെക്കും, ബാക്കി സമയത്ത് അത് താഴെ കിടക്കൂ. പ്രശ്നമില്ല. എന്തുകൊണ്ട്? നമ്മൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ കാര്യത്തെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അത് മനസ്സാ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാ. അങ്ങനല്ലേ? നമ്മുടെ സ്ത്രീകള്, നമുക്കറിയാം, നമ്മുടെ സ്ത്രീകള് അങ്ങാടിയിലേക്ക് പോകുമ്പോ ഒരു വസ്ത്ര, എന്നാൽ അതേ വസ്ത്രമാണോ അവിടെ പള്ളിയിലേക്ക് വരുമ്പോ? അല്ല. എന്തേ? ഈ മാറ്റം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ മാറ്റം സംഭവിക്കുന്നതിന്റെ കാരണം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാ. അത് തന്നെ, തന്റെ ഇഷ്ടം എന്താണ്? ഇതിപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്ലാമിന്റെ നിയമത്തിൽ പെട്ടതാണല്ലോ എന്ന കാര്യം കൊണ്ട് മാത്രം നമ്മൾ അനുവർത്തിക്കുന്നതാണ്. എന്നാൽ റസൂലുള്ള ആ പറഞ്ഞ കാര്യത്തെക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടം ഏതാണ്? എനിക്കിഷ്ടം ഈ മുഖവും മുൻകൈയും ഒക്കെ ഒന്നും മറക്കാതെ, അങ്ങനെ ഉണ്ടല്ലോ, ഏത് ഇസ്ലാമിക വേഷമല്ലാതെ വസ്ത്രധാരണങ്ങൾ നടത്തി പുറത്തോട്ടിറങ്ങാനാ. എന്നതുപോലെ തന്നെ പിന്നെ അല്ലാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചത് ഏതാ? വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വമിനന്നാസ് മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ. അവര് അവസാന നാളിലും ഒക്കെ അവര് വിശ്വസിക്കും. ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ഒരു വിഭാഗം. വമിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൻ യഖൂലു ആമന്നാ ബില്ലാഹ്, അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയും. നാവ് കൊണ്ട് അവർ പറയും. അന്ത്യദിനത്തിലൊക്കെ അവർക്ക് വിശ്വാസമുണ്ടാകും. പക്ഷേ അവരെന്താകൂല, യഥാർത്ഥത്തിൽ അവര് വിശ്വസിച്ചവരായിരിക്കുകയില്ല. എന്നാൽ അല്ലാഹുവിന്റെ ദീനിൽ ഈമാൻ എന്ന കാര്യം പൂർത്തിയാകണമെങ്കിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച പ്രകാരം ഈമാൻ പൂർത്തിയാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ 3 കാര്യങ്ങൾ യോജിക്കുമ്പോൾ മാത്രമേ ഈമാൻ പൂർണ്ണമായി വരൂ. അതിലൊന്ന് ഏതാണെന്നറിയോ? തസ്ദീഖും ബിൽ ഖൽബ്. തസ്ദീഖും ബിൽ ഖൽബ്. എന്താ തസ്ദീഖും ബിൽ ഖൽബ്? നമ്മൾ ഹൃദയം കൊണ്ട് അതിനെ സത്യപ്പെടുത്തണമെന്നാ. ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇന്ന് ആധുനിക സമൂഹം, ഈ നിലനിൽക്കുന്ന വർത്തമാനകാല സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് തന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? നിരീശ്വരവാദം. നിരീശ്വരവാദത്തിന്റെ പിടിയിലേക്ക് നമ്മുടെ മക്കള് അമർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇസ്ലാം വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ഈ സമൂഹം പറകോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരിക്ക് അടുത്തുള്ള ഒരു സ്കൂള്, അവിടെ ഈ ഒരേ വസ്ത്രം, ജീൻസും പാന്റും ഒരേ വസ്ത്രം ആൺകുട്ടികളും പെൺകുട്ടികളും ധരിക്കണമെന്നൊരു വിഷയം വന്നില്ലേ? എല്ലായിടത്തും വന്ന്, കേരളത്തിൽ മൊത്തം വന്ന്. അങ്ങനെ താമരശ്ശേരിക്ക് അടുത്തുള്ള ആ സ്കൂള്, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളില് ഒരു മീറ്റിംഗ് വിളിച്ചു. രക്ഷിതാക്കളുടെ PTA മീറ്റിംഗ് വിളിച്ചിട്ട് ആ മീറ്റിംഗിനകത്ത് ഇത് ചർച്ച ചെയ്തപ്പോ
ഒരേ ഒരു കുടുംബം മാത്രമാണ് അതിനെതിരായി പറഞ്ഞിട്ട് അവിടെ തന്റെ മകളുടെ TC വാങ്ങി പുറത്തേക്ക് പോയത്. ബാക്കി 40 കുടുംബം അവിടെ മുസ്ലിം. അതിന് 39 കുടുംബങ്ങളും എന്ത് ചെയ്തു? അവിടെ തന്നെ SLC അല്ലേ, തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് മാറി. ഇവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ച തസ്ദീഖും ബിൽ ഖൽബ്. തസ്ദീഖും ബിൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദൂരദേശത്ത് നിന്ന് ഇങ്ങനെ വരിക, യാത്ര കഴിഞ്ഞ് വരിക. അപ്പൊ ആളുകൾ ഇങ്ങനെ കാത്തു നിന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പേര് വന്നത് നമുക്കൊക്കെ അറിയാം അല്ലെ? സിദ്ദീഖ് എന്ന പേര് റസൂലുള്ള ഇട്ടതാ. എന്താ സംഭവം? ഇങ്ങനെ വന്നിട്ട് ആ ശത്രുക്കൾ പറഞ്ഞു, നീ കേട്ടില്ലേ, നിന്റെ കൂട്ടുകാരൻ ഇതാ ഇസ്രാ മിറാജിന് പോയിട്ടുണ്ട് എന്നാ പറയുന്നത്, ആകാശാരോഹണം നടത്തി എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? അബൂബക്കറെ പിന്തിരിഞ്ഞേക്ക്, ഇസ്ലാമിനെ തകർക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല അബൂബക്കർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? അതെ, അങ്ങനെ പറഞ്ഞു. എങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അതാണ് തസ്ദീഖും ബിൽ ഖൽബ്. ഒരു സംശയത്തിനും ഇടവരാൻ പാടില്ലെന്നാണ്. ഒരു സംശയത്തിനും ലാ റൈബ ഫീ, ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ അങ്ങനെയായിരിക്കണം നമ്മുടെ ഈമാൻ പൂർണ്ണമാണോ? ആലോചിക്കണ്ടേ?